തൊട്ടടുത്ത് ഇതിൻ്റെ മാത്രമല്ല തൊട്ടടുത്ത് GST ഇതിൻ്റെ വന്നിട്ടില്ല. GST എടുക്കാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് മേഡം ഇവിടെ ഇല്ല നമുക്ക് ഒരു വേറെ പോയി. നമ്മളെ കാർഡ് അവിടെ കൊടുക്കും. ചിലപ്പോൾ എനിക്ക് വയ്ക്കായിരുന്നു, പക്ഷെ അവരുടെ കാർഡ് ഇവിടെ കൊടുക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മാക്സിമം ഡാറ്റകൾ എക്സലിൽ കയറ്റുക. ഇപ്പോൾ ഒരു ദിവസം വരുന്നത് അത് മാഡം ഒന്ന് ചെയ്തു തരാൻ അതും കൂടെ മാഡം ഒന്ന് ചെയ്തു തരാം. ഈ റെസ്യൂംസിന്റെ ആയാലും അല്ല ഡാറ്റയുടെ റിപ്പോർട്ട് നമുക്ക് കാൻഡിഡേറ്റിന്റെ പ്രൂഫിന്റെ ആയാലും നമുക്ക് ഒരു സിസ്റ്റം ബേസ് ആയാലും നമുക്ക് അതും ഡീറ്റെയിൽ ആയിട്ട് അത് മിസ്റ്റേക്ക് ആണ്. അത് രണ്ടും ചെയ്ത് ഒരൊറ്റ എക്സൽ എടുത്താൽ എല്ലാ ഡീറ്റെയിലും കൂടെ ഒറ്റ റിപ്പോർട്ടിലേക്ക് ആക്കി തരാം. അത് ഞാൻ ചെയ്തു തരാം. അത് ചെയ്തിട്ട് പിന്നെ അപ്ഡേഷൻ പിന്നെ അത് എന്നിട്ട് അത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ 4 5 ബയോഡാറ്റ അത് വന്നു കഴിഞ്ഞാൽ കയ്യോടെ പ്രിന്റ് ഏത് ബയോഡാറ്റ വന്നാലും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഫയലിലേക്ക് ഇരിക്കുക. ഏത് സെക്ഷനായിട്ട് അവിടെ ഇരിക്കാൻ കമ്പ്യൂട്ടർ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ അല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇതെല്ലാം അങ്ങനത്തെ ഫയൽസാണ്. പുതിയ ഇനിയുള്ളത് മാറ്റി വയ്ക്കാൻ പറയാം. അക്കൗണ്ട്സിന്റെ ഫയൽ വയ്ക്കും. മാറ്റി വയ്ക്കാം. അതിൽ രജിസ്റ്റർ ചെയ്താൽ മുകളിൽ രജിസ്റ്റർ ചെയ്ത് ക്യാൻസൽ ഫയൽ ആരാണ് ജോലി വേണ്ടെന്ന് പറയുന്നത് അപ്പം തന്നെ ക്യാൻസൽ ജോലി ക്യാൻസൽ ഫയലിലേക്ക് മാറ്റുകയും ക്യാൻസൽ ഫയലിൽ വീണ്ടും ജോലി ചെയ്യുകയും ആ ക്യാൻസൽ ഫയൽ പിന്നെ നമ്മളെടുത്തിട്ട് വീണ്ടും വിളിച്ച് നോക്കാം. അവർക്കിപ്പോൾ അപ്പം ആ നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടാന്ന് പറയുന്നത്. അത് ക്യാൻസലിൽ പോയി 2 മാസമാണ് അവർക്ക് ജോലി പോയിട്ട് വീണ്ടും ഒരു നമ്മളെ വിളിക്കും. അത് നമുക്ക് വിളിക്കുന്ന സമയത്ത് അത് വീണ്ടും തിരിച്ച് റിട്രൈവ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ക്യാൻസൽ ഫയൽ ബാക്കി അത്യാവശ്യം കാര്യങ്ങൾ അതെന്താ സംഭവം അറിയാം. മന്തിലല്ല ഞാൻ ചെക്ക് ചെയ്തോളാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടെ ആവുന്ന സമയത്ത് അവിടെ അവളുടെ മാർക്കില്ല. എനിക്ക് മാക്സിമം അവൾ പോസ്റ്റ് ചെയ്യുന്നില്ല. അവൾ ഫസ്റ്റിൽ വന്ന സമയത്ത് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത്യാവശ്യം പോസ്റ്റിങ്ങിൽ എത്ര പോസ്റ്റൊക്കെ ചെയ്തത് 8 പോസ്റ്റിങ്. അവളത്തേക്ക് 8 പോസ്റ്റ് ചെയ്തു. പക്ഷെ അവളുടെ പോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവൾ ചെറിയ സാധാരണ ഇതിലാണ് വെക്കുന്നത്. ആ സാലറി വന്നെങ്കിൽ 5 രൂപ അങ്ങനെ ആ ഒരു ഇത്. കാരണം 10 രൂപ കൂടുതൽ സാലറി അല്ലേ. അപ്പം മാക്സിമം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റിന് 15 രൂപ സാലറിയുള്ള പോസ്റ്റിനാണ് ഉണ്ടാക്കുന്നത്. 5 രൂപ കിട്ടുന്നത് നമുക്ക് സാലറി വരുന്നത്. അതിൽ നിന്ന് പകുതി കിട്ടുന്നത് ഈ 5 രൂപ നമുക്ക് കിട്ടുന്നത് അപ്പം എത്ര ഉണ്ടാക്കുന്നത് ചെറുത് വേണ്ടെന്നല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം. അപ്പം നമ്മൾ ചാൻസ് കിട്ടുന്ന രീതിയിൽ ഞാൻ കുക്കറിലോ പൈസ കിട്ടുന്നത് മാത്രമല്ല. കാരണം നമുക്കിപ്പോൾ ചെറുതൊരു 1000 2000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കുക്കറിന് നമ്മൾ ഇപ്പോൾ സമയത്ത് 6000 രൂപ 7000 രൂപ കൊടുത്തിട്ട് അതേപോലെ നമുക്ക് കിട്ടുമ്പോൾ 800 ഒക്കെ കിട്ടും. അപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ ചിലവർ പലരും ജോലിക്കാനും ജോലിയുള്ളവരായിരിക്കും പഴയവരായിരിക്കും. അത് വേണ്ട പറഞ്ഞാൽ ഞാൻ തിരിക്കാത്തത്. അപ്പം ഇനി നമ്മളൊന്ന് ഇവിടെ ഓർഡർ ആയി കഴിഞ്ഞാൽ നമുക്കത് എടുത്താലും നമുക്കത് കുഴപ്പമില്ല. ഇത് 6000 രൂപ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഇത്
കിട്ടിയിട്ട് ഏകദേശം 10,000 രൂപ കിട്ടുമ്പോൾ നമുക്ക് ആ പൈസ കൊടുക്കുന്നതിൻ്റെ വേഗതയായി. പോകാതെ എവിടെയാണ് പോണേ? ഹലോ പറ. ഇങ്ങനത്തെ വർക്കെടുത്ത് ഓഫീസ് ഇതാക്കാം. ചെയ്ത് തന്നിട്ടുണ്ട് ഓൾറെഡി ഉണ്ട്. അവിടെ കുറച്ചും കൂടി ഒന്ന് വളരെ അതിൻ്റെ സംബന്ധിച്ച് എത്ര വേക്കൻസി വന്നിട്ടുണ്ട്.